ഈ യാത്ര നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു തന്നെ. അന്നേരം തീരുമാനിച്ചു, അന്നേരം പോയി. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലോ, കോളേജൊക്കെ തുറക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെയൊന്നും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ തീരുമാനിച്ച് നമുക്കൊരു എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് ഞങ്ങൾ. അപ്പോൾ ഞാനടുത്തപ്പോൾ ചേച്ചിയും മോനെയൊക്കെ വിളിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി, ഞങ്ങൾ 6 പേരും കൂടി ഒരു 11 മണിയായപ്പോഴത്തേന് വണ്ടി എടുത്തിട്ട് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചില്ല. ഞങ്ങളങ്ങ് പോയി, വെറുതെ മുന്നോട്ട് പോയി. നമ്മുടെ പഞ്ചായത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാമല്ലോ എന്നോർത്ത് പോയതാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു യാത്ര ചെയ്യാൻ നമ്മൾ പോകണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കരുതി കൂട്ടി വെക്കാൻ പറ്റത്തില്ല. എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് സമയം കാണത്തില്ല, സമയം കിട്ടുമ്പോൾ വണ്ടി കാണത്തില്ല, വണ്ടി കിട്ടുമ്പോൾ പൈസ കാണത്തില്ല. ഇതെല്ലാം ഒത്തു വരുമ്പോൾ ഒരാൾക്കെങ്കിലും നമുക്ക് വരാൻ പറ്റാതാവും. അപ്പം നമ്മൾക്ക് ഇതിപ്പോൾ എല്ലാം കൂടെ ഏകദേശമൊക്കെ ഒത്തു വന്നപ്പോൾ അങ്ങ് പോകാമെന്ന് ഓർത്ത്. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ പോകാനേ. അപ്പം നമ്മുടെ പഞ്ചായത്തൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എസ്റ്റേറ്റ്, അതായത് ചെങ്ങറ എസ്റ്റേറ്റ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങറ എസ്റ്റേറ്റ് കൂടെ പോയാൽ ഇഷ്ടം പോലെ അവിടെ മയിലുണ്ട്, മയിൽ. പക്ഷേ നമ്മളൊന്നിനെ പോലും കണ്ടില്ല. സാധാരണ ഞങ്ങൾ അതിലൂടെ പോകുമ്പോൾ, ഞങ്ങൾ കല്ലേലി അപ്പൂപ്പൻ്റെ അവിടെ പോകുമ്പോൾ, ഇതിലൂടെ പോകുമ്പോൾ ഒത്തിരി മയിലിനെ കാണുന്നത്. പക്ഷേ ഇപ്രാവശ്യം കണ്ടില്ല കേട്ടോ. അവിടെ നിറച്ച് മയിലുമൊക്കെ ഉണ്ട്. അപ്പം എന്താ എസ്റ്റേറ്റ് ഈ കറയൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഉറയൊഴിക്കുവാന്ന് എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാനവിടെ പോയിട്ടില്ല. അത് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അപ്പം നമ്മളത് കഴിഞ്ഞ് അതും കണ്ടേച്ച് മുന്നോട്ട് പോകും. ബസ് റൂട്ടൊക്കെ ഉള്ള കേട്ടോ, അവിടെ ഇഷ്ടംപോലെ തൊഴിലാളികളും ഒക്കെ ഉള്ളതല്ലേ. പിന്നെ നമുക്ക് ചെങ്ങറ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇത്. ഇവരെ ഇങ്ങനെ അഴിച്ച് വിട്ടിരിക്കുക. ഇവർ തിന്ന് നിറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഓരോരോ വീടുകളിൽ പോവും. അപ്പം അതിലൂടെ പോകുന്നത് സൂക്ഷിച്ച് പോകുക. രാവും പകലും ഒക്കെ റോഡിലിങ്ങനെ ഇവർ കാണും കേട്ടോ. പിന്നെ അതിനപ്പുറത്ത് കുറേ അമ്പലങ്ങളുണ്ട്. ഞാനവിടെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു ഹനുമാൻ ക്ഷേത്രം, ഒരു ഐക്യനാർ, അങ്ങനെ കുറേ ക്ഷേത്രങ്ങളും പിന്നെ ഒരു ക്രഷർ യൂണിറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നേരത്തെയൊക്കെ അവിടെ സൈഡിലിങ്ങനെ കൈതയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് ഇപ്പോൾ അവർ വേറെ റബ്ബർ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കഴിഞ്ഞ് ഇത് കുറേ, എനിക്ക് എല്ലാ സ്ഥലങ്ങളൊന്നും പറയാറില്ല. അപ്പം നമ്മളിങ്ങനെ അങ്ങ് പോയി. എന്തായാലും കോന്നി നമ്മൾ ചെല്ലും. കോന്നി ചെന്ന് കിട്ടണ്ടേ. ഇവിടെ നിന്നൊക്കെ ചാടി നമ്മൾ കോന്നി വന്നു. എന്നിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടുന്നില്ല. ഞാൻ ആദ്യം ഓർത്തിന് കല്ലേലിക്കായിരിക്കുമെന്ന്, പിന്നെ ഓർത്ത് കോന്നി, ആനക്കൂട്ടിൽ. ഇതൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ സാരഥിയുടെ ഉദ്ദേശം. നമുക്ക് ബാക്കി വഴിയേ കാണാമേ.